ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു എള്ളുണ്ട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 കിലോത്തോളം കറുത്ത എള്ളും ഒരു 200 ഗ്രാമോളം വെളുത്ത എള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പോളം മട്ടരിയുടെ അവലും പിന്നെ ഒരു 1/2 കപ്പോളം നാളികേരവും 3 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിൽ നമുക്കിത് ബാച്ചായിട്ട് വറുത്തെടുക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ വറവ് കിട്ടാനായിട്ടാണ് നമ്മൾ കുറച്ചായിട്ട് വറുക്കണത്. കുറച്ചായിട്ട് വറുക്കുമ്പോൾ നമുക്ക് എല്ലാ സൈഡിലും ഒരുപോലെ വറവ് കിട്ടും. ഇപ്പോൾ ചട്ടിയിലിട്ട് നല്ലപോലെ വറുത്തൊരു പൊട്ടി വരുന്ന വരെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. അങ്ങനെ എല്ലാ ബാച്ചും അങ്ങനെ വറുത്തെടുക്കാം. നമ്മളുടെ ഈ തണുത്ത കാലാവസ്ഥയിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ മുടിക്കും എല്ലിനും എല്ലാ ബ്ലഡിനും എല്ലാത്തിനും നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനും കൂടിയിട്ട് നല്ലതാകും. അതുപോലെ തന്നെ നമ്മൾ കറുത്ത എള്ള് വറുത്ത പോലെ തന്നെ നമ്മൾ വെളുത്ത എള്ളും ബാച്ചായിട്ട് വറുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അവലും കൂടി ഇതേ ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. അവല് നമ്മളെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒടിഞ്ഞ് വരണ രീതിയിൽ വരെ നമ്മൾ വറുത്തെടുക്കണം. നമ്മളിങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ അത് ഒടിഞ്ഞിങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ വറവ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ വറുത്ത് സെപ്പറേറ്റ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ചൂടാറാനായിട്ട് ഇട്ട് വെക്കണം. പിന്നെ നമ്മൾ നാളികേരം എടുത്തായിട്ട് വറുക്കാം. നാളികേരം നല്ലപോലെ വറുത്ത് അതിൻ്റെ എണ്ണമയൊക്കെ ഒന്ന് നല്ലപോലെ ഡ്രൈ ആയി വരുന്ന വരയ്ക്കും വറുത്തെടുക്കാം. നല്ലപോലെ വറുത്ത് നല്ലൊരു ബ്രൗണിഷ് കളറാവണ വരെ നല്ലപോലെ വറുത്തതിന് ശേഷം അതും നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. ഇതുപോലുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ കടകളിൽ നിന്ന് വാങ്ങണേക്കാൾ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയും കിട്ടും, നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കി ശർക്കര പാനി ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ശർക്കര 1 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് പാനിയായിട്ട് എടുക്കുന്നത്. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മളത് റൗണ്ടാക്കി എടുക്കുമ്പോൾ അത് ലൂസായി പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ മാക്സിമം കുറച്ച് വെള്ളത്തിൽ നമ്മളത് ശർക്കര ഉരുക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഈ ഓരോ എള്ളുകളും നമ്മൾ കുറച്ചായിട്ട് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ബാച്ചായിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ പൊടിച്ചെടുക്കുക. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. കറുത്ത എള്ളും വെളുത്ത എള്ളും അവലും നാളികേരവും അങ്ങനെ എല്ലാം നമുക്ക് ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. ശർക്കര ഉരുക്കി നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം അത് ചൂടാറാനായിട്ട് വെക്കാം. നമ്മൾ ഈ പൊടിച്ച എല്ലാ പൗഡേഴ്സും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ സൈഡിലേക്കും ഒരുപോലെ എത്താവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ അതില്ലെങ്കിൽ നമ്മളുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടിപ്പോവും. അപ്പോൾ കുറച്ചൊഴിച്ച് നമ്മൾ ഉണ്ട പിടിച്ച് നോക്കിയതിന് ശേഷം വെള്ളത്തിൻ്റെ അളവ് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാ സൈഡിലേക്കും മധുരം എത്താവുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് ഈ എള്ളുണ്ട നമുക്ക് കൈ കൊണ്ട് ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു എള്ളുണ്ടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.